നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം റെഡ് ഓഷ്യൻ, ബ്ലൂ ഓഷ്യൻ. രക്ഷപ്പെടാൻ വേണ്ടിയുള്ള മത്സരം, ഇതാണ് റെഡ് ഓഷ്യൻ എന്ന് പറയുന്നത്. ബ്ലൂ ഓഷ്യൻ എന്ന് പറയുന്നത് മത്സരങ്ങളില്ലാതെ തന്നെ വലിയ അവസരങ്ങളിലേക്ക് പ്രവേശിക്കുക എന്നുള്ളതാണ്. ഇതുപോലെയുള്ള അനന്തമായ സാധ്യതകളാണ് ഇവിടെ മത്സരത്തിന്റെ പേരിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. നഴ്സിംഗ് അല്ലെങ്കിൽ പണ്ട് എഞ്ചിനീയറിംഗ്, ഡോക്ടർ, എല്ലാവരും ഒരു പ്രത്യേക മേഖലയിൽ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്ന് പറയുമ്പോൾ എല്ലാവരും കൂടെ അതിന് പോവാണ്. ഡോക്ടർ ആവാനോ എഞ്ചിനീയർ ആവാനോ ഉള്ളിനുള്ളിൽ താല്പര്യം ഉണ്ടായിട്ടല്ല, അവിടെ എന്തോ ഒരു സംഭവം ഉണ്ട് എന്ന് കേട്ടിട്ട് എല്ലാവരും കൂടി, രക്ഷിതാക്കളും അധ്യാപകരും കുട്ടികളും എല്ലാവരും കൂടെ അതിന് പിന്നാലെ പോകും. അങ്ങനെ പോകുമ്പോൾ അതിൽ എത്ര പേർക്ക് വിജയിക്കാൻ കഴിയും? എല്ലാവരും കൊടുക്കുന്ന പോലെ ചിന്തിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബോക്സിന്റെ ഉള്ളിൽ നിന്നുള്ള ചിന്തയാണ്. ഈ റേഡിയോ കണ്ടുപിടിക്കണം അല്ലെങ്കിൽ എയറോപ്ലെയിൻ കണ്ടുപിടിക്കണം എന്നുള്ള അത്രയും വലിയ കാര്യങ്ങൾ ചെയ്യുന്ന ആളുകൾ മാത്രമല്ല, ഓരോ ആളുകളുടെയും യുണീക്നെസ് കണ്ടെത്തുമ്പോൾ നിലവിലുള്ള കാര്യത്തിൽ ഒരു ചെറിയ മാറ്റം ഉണ്ടാകും. അവിടെ ആ ചെറിയ മാറ്റം പോലും വളരെ വലിയ വ്യത്യാസമായിരിക്കും. നമസ്കാരം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം റെഡ് ഓഷ്യൻ, ബ്ലൂ ഓഷ്യൻ, ഈ രണ്ട് കാര്യങ്ങളാണ്. ഇത് ഇങ്ങനെ കേൾക്കുമ്പോൾ എല്ലാവർക്കും മനസ്സിലായിക്കൊള്ളണമെന്നില്ല. എന്നാൽ ഇത് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ വേറെ രീതിയിൽ പറയാം. മത്സരമില്ലായ്മ, രക്ഷപ്പെടാൻ വേണ്ടിയുള്ള മത്സരം, അല്ലെങ്കിൽ ഉയരാൻ വേണ്ടി അല്ലെങ്കിൽ വളരാൻ വേണ്ടിയിട്ടുള്ള മത്സരം, ഇതാണ് റെഡ് ഓഷ്യൻ എന്ന് പറയുന്നത്. ബ്ലൂ ഓഷ്യൻ എന്ന് പറയുന്നത് മത്സരങ്ങളില്ലാതെ തന്നെ വലിയ അവസരങ്ങളിലേക്ക് പ്രവേശിക്കുക എന്നുള്ളതാണ്. അതായത് അത്രയും വളർച്ചാ സാധ്യതയുള്ള, അത്രയും സന്തോഷകരമായി സുഖകരമായി ഉള്ള ഓപ്പർച്യൂണിറ്റി, വളരാനുള്ള ഓപ്പർച്യൂണിറ്റിയാണ് ബ്ലൂ ഓഷ്യൻ എന്ന് പറയുന്നത്. ഈ രണ്ട് രീതിയിലും ജീവിക്കുന്ന ആളുകളുണ്ട്. ഒരു കൂട്ടർ വളരെ വലിയ മത്സരത്തിൽ കഷ്ടപ്പെട്ട് ജീവിക്കുന്നു, മറ്റൊരു കൂട്ടർ അവർക്ക് മത്സരിക്കാൻ ഒന്നുമില്ലാത്ത രീതിയിൽ ഉയരാനും സക്സസ് ആവാൻ സാധിക്കുന്നു. എന്താണ് ഈ റെഡ് ഓഷ്യൻ, എന്താണ് ഈ ബ്ലൂ ഓഷ്യൻ, എങ്ങനെയാണ് ഇതിൽ ആളുകൾ ജീവിക്കേണ്ടി വരുന്നത്, എങ്ങനെ നമുക്ക് നമ്മുടെ ബ്ലൂ ഓഷ്യനെ കണ്ടെത്താം എന്നുള്ളതെല്ലാം ഈ വീഡിയോയിൽ നമുക്ക് പറയാം. ആദ്യമായി റെഡ് ഓഷ്യൻ എന്താണ് എന്നുള്ളത് കുറച്ചുകൂടി വ്യക്തമായി നമുക്കൊന്ന് മനസ്സിലാക്കാം. ഈ ചിത്രം ഒന്ന് നോക്കൂ. അതായത് സമുദ്രത്തിൽ ഒരു നിധി കണ്ടെത്തുകയാണ്. അത് ആദ്യം കുറച്ചു പേർ കണ്ടെത്തി, അവർ അതിൽ നിന്നും ബെനിഫിറ്റ് എടുക്കാൻ തുടങ്ങി, അല്ലെങ്കിൽ അവർക്ക് നല്ല വരുമാനം ലഭിച്ചു തുടങ്ങി. പക്ഷേ ഈ നിധി കണ്ട് കൂടുതൽ ആളുകൾ ഇവിടേക്ക് വരികയാണ്. അങ്ങനെ അവസാനം ഒരു നിധിക്ക് വേണ്ടി ഒരുപാട് ആളുകൾ യുദ്ധം ചെയ്യുന്ന ഒരു അവസ്ഥയാണ്. ഇതാണ് റെഡ് ഓഷ്യൻ എന്ന് പറയുന്നത്. അതായത് ബിസിനസ്സിൽ അല്ലെങ്കിൽ ലൈഫിൽ ഒരു ഓപ്പർച്യൂണിറ്റി വരുന്നു, അത് എല്ലാവരും കൂടെ ആ ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി കടിപിടി കൂടുന്ന ഒരു അവസ്ഥയാണ് റെഡ് ഓഷ്യൻ എന്ന് പറയുന്നത്. അവിടെ മത്സരം കൂടുന്നു, സ്ട്രെസ് കൂടുന്നു, സംഘർഷം കൂടുന്നു, ലാഭം കുറയുന്നു. അവസാനം ഈ യുദ്ധത്തിലൂടെ ഈ സമുദ്രം ചുവക്കുന്നു. ഇതാണ് റെഡ് ഓഷ്യൻ. ഇതിനെ മറ്റൊരു രീതിയിൽ പറയുകയാണെങ്കിൽ, ഒരു കുളത്തിൽ ഒരാൾ മീൻ പിടിക്കാൻ പോയപ്പോൾ കുറച്ച് മീനിനെ കിട്ടി. ആ കുളത്തിൽ ഒരു 100 മീനാണുള്ളത്. പക്ഷേ ഇവിടെ മീനുണ്ട് എന്നറിഞ്ഞ് ഒരുപാട് പേർ വന്ന് 1000 പേർ ഈ കുളത്തിൽ മീൻ പിടിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ ആ ഉള്ള മീനിന് വേണ്ടിയിട്ട് ഇവിടെ ഭയങ്കര തല്ലായിരിക്കും. അപ്പോൾ ഒരുപാട് പേർക്ക് ഒന്നും കിട്ടാതെ അവർ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കും, എനിക്ക് കിട്ടുമെന്ന് വിചാരിച്ച്. അങ്ങനെ കുറച്ച് ഒരു വിഭവം കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരുപാട് പേർ ആ വിഭവത്തിന് വേണ്ടി കഷ്ടപ്പെടുകയും മത്സരിക്കുകയും തമ്മിൽ തല്ലുകയും ആ വിഭവത്തിലൂടെ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതാണ് റെഡ് ഓഷ്യൻ എന്ന് പറയുന്നത്. ഇതാണ് ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ബിസിനസ്സിലാണെങ്കിലും ജീവിതത്തിലാണെങ്കിലും ഒരു പ്രത്യേക ഒരു ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി അല്ലെങ്കിൽ ഒരു പ്രത്യേക കാര്യം കണ്ടെത്തി കഴിഞ്ഞാൽ അവിടെ എല്ലാവരും കൂടെ ഈയാമ്പാറ്റകളെ പോലെ വന്ന് അതിനുവേണ്ടി ശ്രമിക്കുന്നതാണ് റെഡ് ഓഷ്യൻ. ഇതാണ് ഏറ്റവും കൂടുതൽ ഈ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ശരിക്കും ഈ ഒരു ലോകത്ത് ഈ ഒരു നിധി മാത്രമാണോ ഉള്ളത്, അല്ലെങ്കിൽ ഈ ഒരു കുളവും അതിലെ മീനുകൾ മാത്രമാണോ ഉള്ളത്? ഇത് അനന്തമായ ഓപ്പർച്യൂണിറ്റികളാണ് ഈ ലോകത്തുള്ളത്. പിന്നെ എന്തിനാണ് ഭൂരിഭാഗം ആളുകളും ഇങ്ങനെ മത്സരിക്കുന്നത്? ബിസിനസ്സിലും ജീവിതത്തിലും എല്ലാം മത്സരിക്കുന്നത് എന്തിനാണ്? കാരണം ചെറുപ്പം മുതൽ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് മത്സരിക്കാനാണ്. സ്കൂളിൽ മത്സരം, മാർക്കിനായി മത്സരം, കോളേജിൽ അഡ്മിഷനായി മത്സരം, ജോലിയിൽ മത്സരം, പ്രൊമോഷന് വേണ്ടി മത്സരം, ബിസിനസ്സിൽ മത്സരം. അങ്ങനെ നമ്മൾ വളരെ ചെറുപ്പം മുതൽ ഈ ഒരു മത്സരത്തിന്റെ ലോകത്തിലാണ് പരിശീലിക്കപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് ഭൂരിഭാഗം ആളുകളും ഒരു കാര്യം മാത്രമാണ് പഠിച്ചത്: എല്ലാവരും പോകുന്ന സ്ഥലത്തേക്ക് പോവുക, എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യുക, എല്ലാവരെയും തോൽപ്പിക്കാൻ ശ്രമിക്കുക. അങ്ങനെയാണ് അവർ റെഡ് ഓഷ്യനിൽ എത്തിപ്പെടുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ മനുഷ്യർ ഒരുപോലെയല്ല, എല്ലാവരും വ്യത്യസ്തരാണ്. ഒരാളുടെ ഫിംഗർ പ്രിന്റ് പോലെ വേറെ ഒരാൾക്കും അതുപോലത്തെ ഒരു ഫിംഗർ പ്രിന്റ് ഉണ്ടാകില്ല. അത്രയും വ്യത്യസ്തരാണ് ഓരോ മനുഷ്യരും. പിന്നെ എങ്ങനെയാണ് വേറെ ഒരാൾ ചെയ്യുന്നത് കണ്ട് അതുപോലെ അവർ ചെയ്യുന്ന അതേ കാര്യങ്ങൾ തന്നെ ചെയ്ത് ജീവിക്കാൻ സാധിക്കുന്നത് എങ്ങനെയാണ്? ഓരോ ആളുകൾക്കും വ്യത്യസ്തമായ കോമ്പിനേഷൻ ആണുള്ളത്, അല്ലെങ്കിൽ ഓരോ ആളുകളുടെയും ചേരുവകൾ വ്യത്യസ്തമാണ്. ഓരോ ആളുകളുടെയും ഇൻട്രസ്റ്റ്, സ്ട്രെങ്ത്, പേഴ്സണാലിറ്റി, കോർ വാല്യൂസ്, ജീവിതത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ, ടാലൻസ്, ഓരോ ആളുകൾക്കും ഓരോരോ കാര്യങ്ങളിലാണ് ടാലൻസ് ഉള്ളത്.
ആ ഇൻഗ്രീഡിയൻസിനെ നമ്മുടെ ഇൻഗ്രീഡിയൻസിനെ കൃത്യമായ അളവിൽ ചേർത്ത് ഒരു പുതിയ വഴി സൃഷ്ടിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അല്ലെങ്കിൽ പുതിയ ഒരു മേഖല കണ്ടെത്തുകയാണ്, നമ്മൾ പ്രവർത്തിക്കുന്ന മേഖല ഏതാണ് എന്ന് കണ്ടെത്തുകയാണ് ചെയ്യുന്നത്. കാരണം ഈ ഓരോ ഇൻഗ്രീഡിയൻസ് ഉള്ള ഒരാളെ സംബന്ധിച്ച് അവർക്ക് അതിനോട് യോജിക്കാത്ത വേറൊരു മേഖലയിൽ പ്രവർത്തിക്കുമ്പോൾ അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. അവർക്ക് ഭയങ്കര എനർജി ഡ്രെയിൻ ആയിരിക്കും അനുഭവപ്പെടുക. പക്ഷെ അവർ ഇതുപോലെ ആളുകൾ ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്ത് ഒരു മേഖലയിൽ എത്തിപ്പെട്ട് അവിടെ മത്സരിക്കാൻ ശ്രമിക്കുമ്പോൾ അവിടെ റെഡ് ഓഷൻ ആവും. ഇവർക്ക് അതിൽ ഒരു താല്പര്യം ഉണ്ടാവില്ല മുന്നോട്ട് പോകാൻ. പക്ഷെ അവിടെ കഷ്ടപ്പെട്ട് മത്സരിക്കേണ്ട, യുദ്ധം ചെയ്യേണ്ട ഒരവസ്ഥ വരികയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് റെഡ് ഓഷൻ ഉണ്ടാകുന്നത്. എന്നാൽ ചിലർ വ്യത്യസ്ത രീതിയിൽ ചിന്തിച്ചു, വ്യത്യസ്ത ചോദ്യം സ്വയമായി ചോദിച്ചു. ഈ മത്സരത്തിൽ, ഈ യുദ്ധത്തിൽ എങ്ങനെ വിജയിക്കാം എന്നുള്ളതല്ല, ഈ യുദ്ധം തന്നെ ഒഴിവാക്കാൻ പറ്റുമോ എന്നാണ് അവർ ചോദിച്ചത്. മറ്റാരും ശ്രദ്ധിക്കാത്ത അവസരങ്ങളുണ്ടോ എന്നാണ് അവർ നോക്കിയത്. അവർ വേറെ സമുദ്രം അന്വേഷിച്ചു. അവിടെ മത്സരിക്കാൻ നൂറുകണക്കിന് ബോട്ടുകളില്ല. ഒരു ഓപ്പർച്യൂണിറ്റിക്കായി യുദ്ധം ചെയ്യുന്ന ആയിരക്കണക്കിന് ആളുകളില്ല. അവിടെ തിരക്കില്ല, എന്നാൽ അവിടെ ധാരാളം അവസരങ്ങളുണ്ട്. ഇതാണ് ബ്ലൂ ഓഷൻ. മത്സരക്കുറവുള്ളതോ ഇല്ലാത്തതോ ആയ പുതിയ അവസരങ്ങൾ, പുതിയ മാർക്കറ്റുകൾ സൃഷ്ടിക്കുകയോ അല്ലെങ്കിൽ കണ്ടെത്തുകയോ ചെയ്യുന്നതാണ് ബ്ലൂ ഓഷൻ എന്ന് പറയുന്നത്. അതായത് റെഡ് ഓഷനിൽ എല്ലാവരും കാണുന്ന, എല്ലാവരും മത്സരിക്കുന്ന ഒരു മാർക്കറ്റിൽ മത്സരിക്കുന്നു. എന്നാൽ ബ്ലൂ ഓഷനിൽ ഇതുവരെ ആരും കാണാത്ത, നമുക്ക് ഏറ്റവും അനുയോജ്യമായ അവസരങ്ങൾ കണ്ടെത്തുന്നു. റെഡ് ഓഷനിൽ പഴയ പ്രശ്നങ്ങൾക്ക് ഇതുവരെ കൊടുത്തുകൊണ്ടിരിക്കുന്ന അതേ പ്രശ്നങ്ങൾ, അതേ പരിഹാരങ്ങൾ അതുപോലെ തന്നെ കൊടുക്കുന്നു. ബ്ലൂ ഓഷനിൽ പുതിയ പ്രശ്നങ്ങളും പുതിയ പരിഹാരങ്ങളും കണ്ടെത്തുകയോ അല്ലെങ്കിൽ പഴയ പ്രശ്നങ്ങൾക്ക് പുതിയ പരിഹാരങ്ങൾ സൃഷ്ടിക്കുകയോ ചെയ്യുന്നു. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, പണ്ട് കാലത്ത് യാത്ര ചെയ്യാനായി ആളുകൾ കുതിരയെയും കുതിരവണ്ടിയുമാണ് ഉപയോഗിച്ചിരുന്നത്. എന്നാൽ ആ മേഖലയിൽ മത്സരിക്കുന്ന, സാധാരണ രീതിയിൽ മത്സരിക്കുന്ന ഒരാൾ എന്താണ് ചെയ്യുക? കൂടുതൽ വേഗത്തിൽ ഓടുന്ന ഒരു കുതിരയെ വേഗത്തിൽ ഓടാൻ പരിശീലിപ്പിക്കും, അല്ലെങ്കിൽ കൂടുതൽ ശക്തി, കുതിരയ്ക്ക് നല്ല ശക്തി ഉണ്ടാകാൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യും, അല്ലെങ്കിൽ കുതിരയെ നല്ല അനുസരണശീലമുള്ള ഒരു കുതിരയാക്കും. ഇതാണ് റെഡ് ഓഷൻ തിങ്കിങ്. പക്ഷെ കുതിരയെ മെച്ചപ്പെടുന്നതിന് പകരം ചില ആളുകൾ അവർക്ക് ഇഷ്ടപ്പെട്ട മേഖലയിലൂടെ സഞ്ചരിച്ചതിന്റെ ഫലമാണ് കാർ കണ്ടുപിടിച്ചത്. ഇത് ബ്ലൂ ഓഷൻ തിങ്കിങ്ങിന്റെ ഒരു ഉദാഹരണമാണ്. ഈ ബ്ലൂ ഓഷൻ തിങ്കിങ്ങിന്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സമുദ്രവും അതിലെ ഒരു നിധിയും കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അപ്പോഴാണ് അതിന് ചുറ്റുമുള്ള ധാരാളം സമുദ്രവും നിധിയും കാണാനുള്ള സാധ്യത കൂടുതലാണ്. ഉദാഹരണത്തിന്, കാർ കണ്ടുപിടിച്ചതിന് ശേഷമാണ് ഹോട്ടലുകൾ വന്നത്. ഒരുപാട് യാത്ര ചെയ്യുന്നത് കൊണ്ടുള്ള എണ്ണ വ്യവസായവും എണ്ണയുടെ പല പല കമ്പനികളും, ധാരാളം വ്യവസായങ്ങൾ, എനിക്ക് തോന്നുന്നു ടൂറിസം ഒക്കെ ആണെങ്കിലും ഒരുപാട് കാര്യങ്ങൾ കാറിലൂടെ ഡെവലപ്പായിട്ടുണ്ട്. ധാരാളം വ്യവസായങ്ങളുടെയും ധാരാളം ബിസിനസ്സുകളുടെയും ഒരു അടിത്തറയായി മാറിയത് ഒരു കാർ വിപണിയാണ് എന്ന് വേണമെങ്കിൽ പറയാം. അതായത് ഈ ബ്ലൂ ഓഷൻ തിങ്കിങ്ങിലൂടെയാണ് ലോകം കൂടുതൽ സമ്പന്നമാവുന്നത്. കാരണം അപ്പോഴാണ് ലോകത്ത് കൂടുതൽ മേഖലകൾ വരുന്നതും ഒരുപാട് പേർക്ക് ബിസിനസ് ചെയ്യാനും സമ്പത്തുണ്ടാക്കാനുമുള്ള അവസ്ഥ വരുന്നത്. ഈ ബിസിനസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിസിനസ് ചെയ്യുന്ന ആൾക്കും ഗുണമുണ്ട്, ആ ബിസിനസിന്റെ ഉപഭോക്താവിനും ഗുണമുണ്ട്, അല്ലേ? ഒരു കാർ കണ്ടുപിടിക്കുമ്പോൾ കാർ കണ്ടുപിടിച്ച ആൾക്കൊരു ഗുണമുണ്ട്, ആ കാർ ഉപയോഗിക്കുന്ന ആൾക്ക് പഴയ പോലെ കുതിരവണ്ടിയിൽ പോകേണ്ട ആവശ്യമില്ല. കാറിൽ AC കൊണ്ട് എത്ര ദൂരം വേണമെങ്കിലും സുഖമായി യാത്ര ചെയ്യാൻ കഴിയും. അപ്പോൾ അങ്ങനെ ലോകത്തിനും അത് കണ്ടുപിടിച്ച ആൾക്കാർക്കും ഒരുപാട് ഗുണങ്ങൾ സംഭവിക്കുന്നത് ഈ ബ്ലൂ ഓഷൻ തിങ്കിങ്ങിലൂടെയാണ്. ഇതുപോലെയുള്ള അനന്തമായ സാധ്യതകളാണ് ഇവിടെ മത്സരത്തിന്റെ പേരിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇത് ഞാൻ പുസ്തകത്തിൽ നിന്ന് മാത്രം പഠിച്ച കാര്യങ്ങളല്ല പറയുന്നത്, എൻ്റെ സ്വന്തം ജീവിതത്തിലൂടെ മനസ്സിലാക്കിയ കാര്യമാണത്. ഒരു കാലത്ത് ഞാൻ അണ്ടിപ്പരിപ്പ്, മുന്തിരി, കൊണ്ടാട്ടമുളക്, കടല ഇതുപോലെയുള്ള ഐറ്റംസ് കടയിൽ വിൽക്കാൻ പോയിട്ടുണ്ട്. ബൈക്കിന്റെ ബാക്കിൽ ബാഗ് കെട്ടി അതിലാണ് സാധനങ്ങൾ വിൽക്കാൻ കൊണ്ടുവരുന്നത്. അപ്പൊ അവിടെ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഞാൻ അനുഭവിച്ചൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എപ്പോൾ കടയിലേക്ക് സാധനം കൊണ്ട് ചെല്ലുമ്പോഴും തൊട്ട് മുമ്പേ ആരോ ഇതേ സാധനം കൊണ്ട് അവിടെ വന്നിട്ടുണ്ട്. അത് പകലാണെങ്കിലും രാവിലെ ആണെങ്കിലും ഉച്ചയ്ക്കാണെങ്കിലും വൈകിട്ടാണെങ്കിലും ഇടനേരമാണെങ്കിലും എപ്പോഴാണെങ്കിലും. ഇപ്പോൾ വൈകുന്നേരം ചെല്ലുകയാണെങ്കിൽ അവർ പറയും തൊട്ട് മുമ്പ് ഒരാൾ വന്നു പോയിട്ടുള്ളൂ. ഇനി രാവിലെ നമ്മൾ ഫസ്റ്റായിട്ട് ചെല്ലുമ്പോൾ അവർ പറയും ഇന്നലെ രാത്രി ഒരാൾ വന്നു വെച്ച് പോയിട്ടുണ്ടെന്ന് പറയും. ഞാൻ നോക്കുമ്പോൾ ഞാനായിരിക്കും ആ പ്രൊഡക്റ്റ് അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരിക്കുക. പക്ഷേ ആ സാധനം തീർന്നു പോകുമ്പോൾ അവർ എന്നെ വെയിറ്റ് ചെയ്ത് നിന്നിട്ടില്ല, അല്ലെങ്കിൽ എൻ്റെ അടുത്ത് നല്ല എടുത്തത് അവിടെ കഴിയാറായപ്പോൾ അവിടെ ആരാണ് വന്നത് അവരുടെ നിന്ന് എടുക്കുകയാണ്. അപ്പോൾ ഞാൻ വേറെ ഒരു കാഴ്ചയും കാണുന്നുണ്ട്. നമ്മൾ അറിയപ്പെടുന്ന കമ്പനികളുടെ പ്രൊഡക്റ്റുകൾ, ഉദാഹരണത്തിന് ബ്രിട്ടാനിയയുടെ ബിസ്ക്കറ്റ്, അല്ലെങ്കിൽ അതുപോലെ പാർലേജി, അല്ലെങ്കിൽ ഹിന്ദുസ്ഥാൻ ലിവറിന്റെ ഒക്കെ പ്രൊഡക്റ്റുകൾ, ആ പ്രൊഡക്റ്റ് കഴിയുമ്പോൾ വേറെ ഏതെങ്കിലും വെക്കുകയല്ല ചെയ്യുന്നത്, വേറെ വെക്കുന്നുണ്ട്, അത് കൂടാണ്ട് അവരുടെ വെക്കുന്നുണ്ട്. അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത്, ഞാൻ വിൽക്കുന്നതും എനിക്ക് മുമ്പേ ഈ വിറ്റ ഞാൻ കൊണ്ടുവന്ന അതേ സാധനം തന്നെ വിറ്റ ആളുകൾ കൊടുത്തതും ഒരേ സാധനമാണ്, ഒരേ ഹോൾസെയിൽ കടയിൽ നിന്ന് വാങ്ങിയതാണ്.
ഒരേ ക്വാളിറ്റിയാണ്, ഒരുപോലെ പാക്ക് ചെയ്തതാണ്, ഒരേ വിലക്കാണ് വെക്കുന്നത്. അതായത് ഒരു വ്യത്യാസവും ഇല്ല. ഇതുപോലെ ആരോ ചെയ്യുന്നത് കണ്ടിട്ട് ഞാൻ അത് ചെയ്തു, അതുപോലെ എന്നെ പോലെ വേറെ ഇഷ്ടംപോലെ ആളുകൾ അത് ചെയ്യുന്നുണ്ട്. അപ്പോൾ പിന്നെ എന്താണ് അവിടെ എനിക്കൊരു പ്രാധാന്യം, അല്ലെങ്കിൽ ആ ചെയ്യുന്ന ഓരോരുത്തർക്കും എന്താണ് പ്രാധാന്യമുള്ളത്? അതായത് അവിടെ എന്തൊരു സാധ്യതയുണ്ട് എന്ന് പറഞ്ഞ് എല്ലാവരും ഒരുപോലെ തന്നെ ചെയ്യാണ്, ഒരേ കാര്യങ്ങൾ തന്നെ ഒരു യുണീക്നെസ്സും ഇല്ലാതെ അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അത് കോപ്പി അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ നിന്ന് ഞാൻ ചിന്തിച്ച അല്ലെങ്കിൽ മനസ്സിലാക്കിയ ഒരു കാര്യം, ഞാനുമായി കണക്റ്റഡ് ആയ, എൻ്റെ യുണീക്നെസ്സുമായി, എൻ്റെ പ്രത്യേകതകളുമായി കണക്റ്റഡ് ആകുന്ന ഒരു ബിസിനസ് വേണം, ഒരു കാര്യം വേണം ഞാൻ ചെയ്യാൻ എന്നുള്ളതാണ് എനിക്ക് അവിടെ നിന്ന് മനസ്സിലായത്. എൻ്റെതായ ഒരു മേഖല കണ്ടുപിടിക്കണം, ഞാൻ യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് എന്താണ് എന്നുള്ള ഒരു കാര്യം കണ്ടുപിടിക്കണം. ഒരാൾക്ക് വലിയ രീതിയിൽ സക്സസ് ആകണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ആ ആഗ്രഹമുണ്ടെങ്കിൽ അവരുടെ ഉള്ളിൽ ഏതോ ഒരു കൃത്യമായ വഴിയുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. ഇപ്പോൾ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആണോ, ഓക്കെ ആണ് എന്ന് തോന്നുന്ന ആൾക്കാർക്ക് പിന്നെ അവിടെ വേറെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ചെയ്യേണ്ട കാര്യമുണ്ട്. എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു കംഫർട്ട് സോണിലായിട്ട് പിന്നീട് ആ മേഖല ഇല്ലാതായി തീരുകയാണെങ്കിൽ പിന്നീട് അവർക്ക് ചിന്തിക്കേണ്ടി വരും, ഇനി ഞാൻ എന്ത് ചെയ്യുന്നുള്ളത്. അല്ലാത്ത കാലത്തോളം അവർക്ക് നിലവിലുള്ള കാര്യത്തിൽ വലിയ കുഴപ്പമില്ല, ഞാൻ ഇങ്ങനെ തന്നെ പോയാൽ മതി എന്ന രീതിയിൽ തോന്നുന്ന ആളുകൾക്ക് അങ്ങനെ മുന്നോട്ട് പോയിട്ട് കുഴപ്പമില്ല. എന്നാൽ ഞാൻ ഇതൊന്നുമല്ലല്ലോ ചെയ്യേണ്ടത്, എനിക്ക് ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട്, അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളുമായി എനിക്കൊരു കണക്ഷൻ ഇല്ലല്ലോ എന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായും അവരുടെ ഉള്ളിൽ അവർക്ക് പറ്റിയ ഒരു മേഖല ഒളിഞ്ഞിരിക്കുന്നുണ്ടായിരിക്കും. അതാണ് അവരുടെ ഒറിജിനൽ ഡൊമൈൻ. ഒരാളുടെ സ്ട്രെങ്ത്, ഇൻട്രസ്റ്റ്, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കോർ വാല്യൂസ്, ജീവിതത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ, പിന്നെ നമ്മളുടെ അനുഭവങ്ങൾ, ഇതെല്ലാം ഓരോരുത്തരുടെയും വ്യത്യാസമായിരിക്കും. അതിനനുസരിച്ചിട്ട് മുന്നോട്ട് പോകുമ്പോൾ അവരുടെ ഡൊമൈൻ ഏതാണ് എന്ന് കണ്ടുപിടിക്കാൻ കഴിയും. അതിനുശേഷം മാർക്കറ്റിൽ എന്താണ് വേണ്ടത്, ആർക്കാണ് നമ്മളുടെ ഈ ഡൊമൈൻ വെച്ച് നമുക്ക് നമ്മളുടെ സർവീസ് ആവശ്യമുള്ളത് എന്ന് കണ്ടുപിടിച്ച് നമ്മുടെ നിഷും മൈക്രോ നിഷും അങ്ങനെ കണ്ടുപിടിക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത്, യഥാർത്ഥത്തിൽ നമ്മളുടെ കഴിവ് എന്താണ്, യഥാർത്ഥത്തിൽ നമ്മൾ ആരാണ് എന്നറിയാത്ത ആളുകൾ മറ്റുള്ളവരെ പിന്തുടരും. അങ്ങനെ ഒരുപാട് ആളുകൾ വരുമ്പോഴാണ് അവിടെ ഈ റെഡ് ഓഷൻ ഉണ്ടാകുന്നത്. കാരണം മറ്റുള്ളവർ ചെയ്യുന്ന അതേ കാര്യങ്ങൾ തന്നെയാണ് ഇവരും ചെയ്യുന്നത്. പക്ഷെ ഒരാൾ തന്നെ മനസ്സിലാകുമ്പോൾ, തൻ്റെ ചേരുവകൾ മനസ്സിലാക്കുമ്പോൾ, അവരുടെ ഇൻഗ്രീഡിയൻസ് മനസ്സിലാക്കുമ്പോൾ, അവരുടെ ഒറിജിനൽ ഡൊമൈൻ കണ്ടെത്തുമ്പോൾ അവൻ കാര്യങ്ങളെ വ്യത്യസ്തമായി കാണാൻ തുടങ്ങും. മറ്റുള്ളവർ കാണാത്ത അവസരങ്ങൾ കാണാൻ തുടങ്ങും. പുതിയ വാല്യൂസ് ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങും. വാല്യൂസ് എന്ന് പറയുമ്പോൾ ഓരോ ബിസിനസ്സും ഓരോ വാല്യൂ ക്രിയേഷനാണ്, ഓരോ വാല്യൂ ജനറേഷനാണ്. ഈ വാല്യൂസ് ആണ് നമ്മൾ പ്രൊഡക്റ്റായോ സർവീസായോ കൊടുക്കുന്നത്. അതായത് നമ്മൾ ഓരോ ആളുകൾക്കും നമ്മളുടെ പ്രൊഡക്റ്റിലൂടെ എന്തോ ഒരു വാല്യൂ കൊടുക്കുന്നത് കൊണ്ടാണ് അവർ നമ്മളുടെ അടുത്ത് പൈസ കൊടുത്തത് വാങ്ങിക്കുന്നത്. അതായത് ഒരു ബിസിനസ്സായി മാറുന്നത്, ബിസിനസ്സാക്കി മാറ്റുന്നത് ഒരു വാല്യൂ ആണ്. അങ്ങനെ ഇതുവരെ ആളുകൾ ശ്രദ്ധിക്കപ്പെടാത്ത, കണ്ടെത്താത്ത വാല്യൂസ് നമ്മളുടെ ഉള്ളിലൂടെയുള്ള യാത്രയിൽ നിന്ന് നമുക്ക് കണ്ടെത്താൻ സാധിക്കും. അതാണ് ഓരോ വ്യക്തിയുടെയും ബ്ലൂ ഓഷൻ. തന്റെ പ്രത്യേകതകൾ എന്താണ് എന്ന് മനസ്സിലാക്കി സ്വന്തം വഴികളിലൂടെ നടക്കുക. അങ്ങനെ നടന്ന ആളുകളാണ് ചരിത്രം സൃഷ്ടിച്ചിട്ടുള്ളത്. അതായത് ഈ ലോകത്തെ ഇതുപോലെ ഇത്രയും വൈവിധ്യവൽക്കരിക്കുന്നത് അവരാണ്. പുതിയ പുതിയ കാര്യങ്ങൾ കണ്ടുപിടിക്കുന്നത് അവരാണ്. ഇത്രയും ലോകത്തെ വിശാലമാക്കി തീർക്കുന്നത് അവരാണ്. ഉദാഹരണത്തിന് റോഡിലൂടെ യാത്ര ചെയ്തിരുന്ന ആളുകൾ വിമാനം എന്നുള്ള കാര്യം, അതായത് ആകാശത്തിലൂടെ പറക്കാൻ കഴിയും എന്ന് ചിന്തിക്കാൻ കഴിയാത്ത, അതായത് അങ്ങനെയൊക്കെ സംഭവിക്കുമോ, അത് കഥകളിലൂടെ മാത്രം കേട്ട ആളുകൾ വിമാനം കണ്ടുപിടിക്കുന്നു, വിമാനത്തിലൂടെ സഞ്ചരിക്കുന്നു. അതായത് പുതിയൊരു മേഖല തുറക്കുകയാണ് അവിടെ. നേരിട്ട് മാത്രം സംസാരിച്ച ആളുകൾ റേഡിയോ കണ്ടുപിടിച്ചതിന് ശേഷം പിന്നീട് വളരെ ദൂരത്തുള്ള ആളുകളുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കുന്നു. എല്ലാവരും ഫിസിക്കൽ ലോകത്ത് ജീവിച്ചപ്പോൾ ചില ആളുകൾ ഡിജിറ്റൽ സാങ്കേതികവിദ്യ സൃഷ്ടിച്ചു. അവർ ഒരു മാർക്കറ്റിൽ ഇതുപോലെ കോമ്പറ്റീഷൻ ചെയ്യുന്നതിന് പകരം പുതിയ മാർക്കറ്റുകൾ സൃഷ്ടിക്കുകയാണ് ചെയ്തത്. അവർ ഒരു മേഖലയിലെ മത്സരാർത്ഥികളായിരുന്നില്ല, അവർ പുതിയ മേഖലയുടെ സൃഷ്ടാക്കളായിരുന്നു, അല്ലെങ്കിൽ പുതിയ മേഖലകൾ അവരിലൂടെ കണ്ടുപിടിക്കപ്പെട്ടു. ഇത് ഇപ്പോൾ പറഞ്ഞതുപോലെ ഈ റേഡിയോ കണ്ടുപിടിക്കണം, അല്ലെങ്കിൽ എയറോപ്ലെയിൻ കണ്ടുപിടിക്കണം എന്നുള്ള അത്രയും വലിയ കാര്യങ്ങൾ ചെയ്യുന്ന ആളുകൾ മാത്രമല്ല, ഓരോ ആളുകളുടെയും യുണീക്നെസ് കണ്ടെത്തുമ്പോൾ നിലവിലുള്ള കാര്യത്തിൽ ഒരു ചെറിയ മാറ്റം ഉണ്ടാകും അവിടെ. ആ ചെറിയ മാറ്റം പോലും വളരെ വലിയ വ്യത്യാസമായിരിക്കും. ആ ചെറിയ മാറ്റങ്ങൾ, യഥാർത്ഥത്തിൽ ഉള്ളിൽ നിന്ന് വരുന്ന ചെറിയ മാറ്റങ്ങൾ, അതാണ് വ്യത്യസ്തമാക്കുന്നത് ഓരോ പ്രൊഡക്റ്റിനെയും സർവീസിനെയും. അത് ആ വ്യത്യസ്തത കണ്ടെത്തുന്നത് നമ്മളുടെ ഉള്ളിലൂടെ സഞ്ചരിക്കുമ്പോൾ ആ വ്യത്യസ്തത നമുക്ക് കിട്ടും. എല്ലാവരും കൊടുക്കുന്നത് പോലെ ചിന്തിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബോക്സിൻ്റെ ഉള്ളിൽ നിന്നുള്ള ചിന്തയാണ്. പക്ഷെ നമ്മളുടെ ഉള്ളിലൂടെയുള്ള ചിന്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ട് ഓഫ് ദി ബോക്സ് ആണ്. കാരണം ആളുകൾ ഒരു പ്രത്യേക രീതിയിൽ അത് മനസ്സിൽ രൂപപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. ഇതാണ് അതിൻ്റെ സൊല്യൂഷൻ, ഇതുപോലെയാണ് ചിന്തിക്കേണ്ടതെന്ന്.
പക്ഷെ ആളുകൾ കണ്ടെത്തിയ സൊല്യൂഷൻ അല്ലാതെ നമ്മളുടെ ഉള്ളിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ, നമ്മളുടെ ഒറിജിനൽ ഡൊമൈനിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോഴാണ് ഔട്ട് ഓഫ് ദി ബോക്സ് നമുക്ക് തിങ്ക് ചെയ്യാൻ കഴിയുന്നത്. കാരണം ഇതുവരെ ഒരാളും കണ്ടുപിടിച്ചതിലോട്ട് നമ്മൾ നോക്കുന്നില്ല. നമ്മളുടെ ഉള്ളിലൂടെ പോകുമ്പോൾ ഒരു പുതിയ കാര്യം തെളിഞ്ഞു വരികയാണ് അവിടെ. അതായത് ബ്ലൂ ഓഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലായി ഈ ബിസിനസ് ഐഡിയകൾ വെച്ചിട്ടാണ് അങ്ങനെ പറയുന്നത്. പക്ഷെ അതിനപ്പുറം സെൽഫ് ഡിസ്കവറിയിലൂടെയാണ് ഈ ബ്ലൂ ഓഷൻ കണ്ടെത്തുന്നത്. അതിന് കാരണം ഓരോ ആളുകളും വ്യത്യസ്തരാണ് എന്നുള്ളതാണ്. ഓരോ ആളുകളും സ്വന്തം ഉള്ളിലേക്ക് പോകുമ്പോഴാണ് അവർ ആ വ്യത്യസ്തത കണ്ടെത്തുന്നത്. ആ വ്യത്യസ്തതയ്ക്ക് വളരെ പ്രാധാന്യമുണ്ട്. ഇപ്പോൾ നമ്മൾ ബിസിനസ്സിലാണെങ്കിലും എല്ലാത്തിലും പറയുന്നത് കേൾക്കാറുണ്ട്, നമ്മൾ വ്യത്യസ്തരായിരിക്കണം, അല്ലെ, വ്യത്യസ്തമായ ഒരു സൊല്യൂഷൻ കൊടുക്കണം, വ്യത്യസ്തമായ രീതിയിൽ ബിസിനസ് ചെയ്യണം. ഈ വ്യത്യസ്തത മറ്റുള്ളവരെ നോക്കി അതിൽ നിന്ന് ആശയങ്ങൾ എടുക്കുന്നതിനേക്കാൾ കൂടുതൽ വ്യത്യസ്തത കിട്ടുന്നത് നമ്മളെ കണ്ടെത്തുമ്പോഴാണ്. ആ വ്യത്യസ്തത കിട്ടുന്നതും നമ്മളുമായി ഏറ്റവും കണക്റ്റഡായ വ്യത്യസ്തത കിട്ടുന്നത് അപ്പോഴാണ്. നമ്മളുടെ ഉള്ളിൽ നിന്ന് ഊർജം വന്നുകൊണ്ടേയിരിക്കുള്ളൂ. നമ്മളുടെ ക്രിയേറ്റിവിറ്റി ഉണരുന്നത് ശരിക്കും അപ്പോഴാണ്. കാരണം അത് നമ്മളുമായി കണക്റ്റഡ് ആണ്. നമ്മളുടെ ഉള്ളിൽ നിന്നായിട്ടുള്ള ഊർജം വന്നുകൊണ്ടിരിക്കും ആ വ്യത്യസ്തതയ്ക്ക് വേണ്ടിയിട്ടുള്ളത്. നമ്മളുടെ ഉള്ളിൽ നിന്ന് വരുമ്പോഴാണ് അത് ക്രിയേറ്റീവ് ആകുന്നത്. അല്ലെങ്കിൽ അത് മറ്റൊരാൾ ചെയ്യുന്നത് നമ്മളത് കോപ്പി ചെയ്ത് വെക്കുന്നത് ക്രിയേറ്റിവിറ്റി അല്ല. ക്രിയേറ്റിവിറ്റി വരുന്നത് നമ്മളുടെ ഉള്ളിൽ നിന്ന് വരുമ്പോഴാണ് ക്രിയേറ്റിവിറ്റി വരുന്നത്. അപ്പോൾ നമ്മളുടെ ഉള്ളിലുള്ള ഒരു കാര്യം ഉള്ളിൽ നിന്ന് കണ്ടെത്തുമ്പോൾ അതിന് നല്ല ക്രിയേറ്റീവ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം, നിങ്ങളിപ്പോൾ റെഡ് ഓഷനിലാണോ ബ്ലൂ ഓഷനിലാണോ. അത് ജോലിയിലും ബിസിനസ്സിലും ഈ കാര്യമുണ്ട്. എല്ലാവരും ചെയ്യുന്ന, ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ നഴ്സിംഗ് അല്ലെങ്കിൽ പണ്ട് എഞ്ചിനീയറിംഗ്, ഡോക്ടർ, എല്ലാവരും ഒരു പ്രത്യേക മേഖലയിൽ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്ന് പറയുമ്പോൾ എല്ലാവരും കൂടെ അതിന് പോവാണ്. ഡോക്ടർ ആവാനോ എഞ്ചിനീയർ ആവാനോ ഉള്ളിൽ താല്പര്യം ഉണ്ടായിട്ടല്ല, അവിടെ എന്തോ ഒരു സംഭവം ഉണ്ട് എന്ന് കേട്ടിട്ട് എല്ലാവരും കൂടി, രക്ഷിതാക്കളും അധ്യാപകരും കുട്ടികളും എല്ലാവരും കൂടെ അതിന് പിന്നാലെ പോവാണ്. അപ്പോൾ അങ്ങനെ പോകുമ്പോൾ അതിൽ എത്ര പേർക്ക് വിജയിക്കാൻ കഴിയും? വളരെ കുറച്ച് പേർക്ക് മാത്രമേ അതിൽ മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. കാരണം എങ്ങനെയും കാണാപ്പാടം പഠിച്ച് കുറച്ച് കാലം മുന്നോട്ട് പോകാം. പക്ഷെ അതിൻ്റെ ഉള്ളിൽ അങ്ങനെ കാണാപ്പാടം പഠിച്ച് ചെയ്യാവുന്ന കാര്യങ്ങളല്ല അതിൻ്റെ ഉള്ളിലുള്ളത്. കുറച്ച് ഈ മേഖല നമ്മളുടെ ഉള്ളുമായി കണക്റ്റഡ് ആണെങ്കിൽ മാത്രമേ പിന്നീടുള്ള എനർജി ഉള്ളൂ അതിൻ്റെ ഉള്ളിലോട്ട് പോകാൻ, അല്ലെങ്കിൽ അതിൻ്റെ ഉയരങ്ങളിലേക്ക് പോകാൻ. നിങ്ങൾ ഇപ്പോൾ ഏത് മേഖലയിലാണ് എന്ന്, അതായത് റെഡ് ഓഷനിലാണോ ബ്ലൂ ഓഷനിലാണോ എന്ന് കമൻറ്റ് ചെയ്യുക. ഈ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു.